ഹായ്, 4.5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1550 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും അവിടെ നിർമ്മാണ ചെലവ് ഏകദേശം എത്ര വരും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഞാൻ ഹരി, അനുഗ്രാസിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീട്ടിലേക്ക് ഇറങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ഈ വീടിന്റെ പ്ലാനും അതിന്റെ 3D പ്ലാനൊക്കെ ഒന്ന് കാണാം. ഈ വീടിന്റെ 3D പ്ലാനാണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ട് നിന്ന് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഇവിടെയായിട്ട് കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ്. ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ബാൽക്കണി മീൻ കാണാവുന്നതാണ്. ഇത് വീടിന്റെ 2D പ്ലാനാണ്. 1048 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 260 162 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിനുള്ളത്. ഇവിടെ ആയിട്ട് ലിവിംഗ് ഏരിയ വരുന്നുണ്ട്. 410 340 സെന്റിമീറ്റർ എന്ന അളവിലാണ് ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഡൈനിങ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള സ്റ്റെയർ റൂം കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് കിച്ചൺ 390 സെന്റിമീറ്റർ എന്ന അളവിലാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. 360 330 സെന്റിമീറ്റർ എന്നാണ് രണ്ടാമത്തെ ബെഡ്റൂമിന്റെ സൈസ് കൊടുത്തിട്ടുള്ളത്. 532 സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. 360 330 സെന്റിമീറ്റർ എന്ന അളവിലൊരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. വീടിന്റെ പ്ലാനും ഡിസൈനുകളും കണ്ടല്ലോ. ഈ വീട് നിർമ്മിക്കാനായിട്ട് ഏകദേശം എത്ര ചെലവ് വരും എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് അല്ല. നമ്മൾ വീട് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷൻ, അവിടുത്തെ സൈറ്റ് കണ്ടീഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഇതൊക്കെ അനുസരിച്ച് ചെലവിൽ വ്യത്യാസം ഉണ്ടാവും. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ, എർത്ത് വർക്ക്, അതുപോലെ സൈറ്റ് ക്ലിയറിംഗ് ഒരു 20,000 രൂപ നമ്മളതിൽ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. കരിങ്കല്ലിന്റെ വർക്ക് 2 ലക്ഷം രൂപയോളം ഒരു കോസ്റ്റ് വരും. അതിന് മുകളിൽ വരുന്ന ബെൽറ്റ് കോൺക്രീറ്റ് 1,30,000 രൂപയോളം നമ്മൾ ചെലവ് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ 3,50,000 രൂപയോളം നമുക്ക് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നീട് അതിൽ വരുന്ന എർത്ത് ഫില്ലിംഗ് 69,000 രൂപ. ഇത് നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ മണ്ണ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു കോസ്റ്റ് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ മണ്ണിന്റെ വില ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും. PCC ഫ്ലോറിംഗ് 61,000 രൂപ. പിന്നീട് അതിന്റെ ബ്രിക്ക് വർക്ക് 4,92,000 രൂപ. ലിൻഡൽ ആൻഡ് സൺഷെയ്ഡ് 1,90,000 രൂപ. മെയിൻ സ്ലാബ് 4,48,000 രൂപ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ 16,20,000 രൂപയോളം നമ്മൾ ചെലവ് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തായിട്ട് പ്ലാസ്റ്ററിങ് 3,41,000, പെയിന്റിങ് 2,72,000, ടൈല് 3,38,000, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് 3,14,000, ഡോർസ് ആൻഡ് വിൻഡോസ് 3,60,000. അതുപോലെ തന്നെ 1,25,000 രൂപയോളം മറ്റ് ചെലവുകൾക്കായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നതായിട്ടുണ്ട്. അങ്ങനെ ആകെ 33,74,000 രൂപയാണ് ഈ വീടിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം വരുന്നത്. ഇനി സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ 2,136 രൂപയോളം സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നുണ്ട്. ഇത് ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് അല്ല. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതുപോലെ സൈറ്റ് കണ്ടീഷൻ, ഇതൊക്കെ അനുസരിച്ച് സ്ക്വയർ ഫീറ്റ് റേറ്റിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. ഈ വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.